ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം 2026 പുണ്യനദിയായ ഭാരതപ്പുഴയുടെ തീരമായ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലും താപസന്നൂരിലുമായി 18 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുകയാണ്. 250 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ ഇടപെടലോടെയാണ് ഈ ഹിന്ദു ധർമ്മയജ്ഞം അന്യം നിന്നുപോയത്. തിരുനാവായയും നാവാമുകുന്ദനും ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. തിരുനാവായയിൽ കുടികൊള്ളുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രമാണ് നാവാമുകുന്ദ ക്ഷേത്രം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ്. വൈഷ്ണവ ആൾവാർമാർ തമിഴിൽ പാടിപ്പുകട്ടിയ 108 ദിവ്യദേശങ്ങളിലൊന്നാണിത്. ഭഗവാൻ വിഷ്ണുവിനെ നാവാമുകുന്ദനായി പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. ലക്ഷ്മി ദേവിയും ഗജേന്ദ്രൻ എന്ന ആനയും ഭഗവാൻ വിഷ്ണുവിനെ ഇവിടെ താമരപ്പൂക്കൾ സമർപ്പിച്ച് ആരാധിച്ചു എന്നാണ് ഐതിഹ്യം. കുളത്തിലെ താമരകൾ കുറഞ്ഞപ്പോൾ തന്റെ ഭക്തനായ ഗജേന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയെ തന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഗജേന്ദ്രന് ആവശ്യത്തിന് താമരപ്പൂക്കൾ ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ മഹാവിഷ്ണു പ്രതിഷ്ഠ ശ്രീ നാവാമുകുന്ദനായി ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയോടൊപ്പം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന. ഉപദേവതകളായ ഗണപതി, അയ്യപ്പൻ എന്നിവർക്കും ഇവിടെ സന്നിധിയുണ്ട്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകൾ സാധാരണ ഉണ്ട് എങ്കിലും ശ്രീ മഹാലക്ഷ്മിക്ക് തൻ്റെ വാമഭാഗത്ത് പ്രത്യേകം ഒരു സ്ഥാനവും പൂജയും ഒക്കെ നൽകുന്ന അത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ്. മറ്റൊരു ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതത്രേ. ഇവരിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങൾ അന്തർധാനം ചെയ്തു എന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളത് എന്നും വിശ്വസിച്ചു വരുന്നു. നവയോഗികൾ സ്ഥാപിച്ച ആദ്യത്തെ 8 മൂർത്തികൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ അപ്രത്യക്ഷമാവുകയും 9ാമത്തെ വിഗ്രഹവും മുങ്ങാൻ തുടങ്ങുകയും ബലപ്രയോഗത്തിലൂടെ തടയുകയും ചെയ്തു. ഇവിടെ ആരാധിക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂർത്തി കാൽമുട്ടിന് മുകളിൽ മാത്രമേ ദൃശ്യമാകൂ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ആചരിക്കുന്ന ഏകാദശിയാണ് തിരുനാവായ ഏകാദശി. ആമലകി ഏകാദശി എന്നും ഈ വ്രതത്തിന് പേരുണ്ട്. മലയാള മാസമായ കുംഭത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് ആമലകി ഏകാദശി അഥവാ തിരുനാവായ ഏകാദശി. എന്തായാലും ആമലകി ഏകാദശി എന്ന് പറയുന്നതും വളരെ പുണ്യം നിറഞ്ഞ ഒരു ദിവസമാണ്. കുംഭമാസത്തിലെ ഫെബ്രുവരി മാർച്ച് അമാവാസി ദിനത്തിനും ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഇത് കുംഭവാവ് എന്നറിയപ്പെടുന്നു. 100 കണക്കിന് ആളുകൾ ഇവിടെ മരിച്ച പൂർവികർക്ക് ബലിയും തർപ്പണവും അർപ്പിക്കാനെത്തും. കർക്കിടക വാവുബലി നാളിലും ഈ ചടങ്ങ് നടത്താറുണ്ട്. ശ്രാദ്ധ പൂജകൾക്ക് പ്രസിദ്ധി ആർജിച്ചതാണ് ഇവിടുത്തെ നിളാതീരം. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ കേരളത്തിലുള്ള 13 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രം. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്ക് സമീപം തിരൂരിൽ നിന്ന് 8 കിലോമീറ്റർ തെക്ക് മാറി തിരുനാവായ ഗ്രാമത്തിലാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനാവായ ക്ഷേത്രത്തിന് അടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത്. കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് ഇന്നും തിരുനാവായ ക്ഷേത്രം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.